ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടിയിട്ട് സുധിക്ക് ഒരുപാട് ഐഡിയകൾ, ബിസിനസ് തുടങ്ങാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്നും തന്നെ സുധിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സുധി ആണെങ്കിൽ പറയുകയാണ്, അതെ ഇതൊന്നും ശരിയാവില്ല എനിക്ക്. അപ്പം എന്താണ് നിന്റെ ഉദ്ദേശിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കണം, അതിലിരുന്നു കൊണ്ട് പൈസ എൻ്റെ മുന്നിലോട്ട് ഇങ്ങോട്ട് വരണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ്. അപ്പം ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അതിന് നല്ലൊരു ഐഡിയ ഉണ്ട്, അത് നല്ലൊരു കാര്യമുണ്ട് ചെയ്യാനായിട്ട്. നീ കറങ്ങുന്ന കസേര ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നീ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. നീ മുൻപ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ്. അതെന്താണ്? എന്നാ വേഗം പറയ് എന്ന് സുധി പറയുമ്പോൾ, നീ അമ്പലനടയിൽ പോയിരുന്നിട്ട് ഭിക്ഷിക്കിരുന്നില്ലേ, ആ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നീ അങ്ങോട്ട് ഇരുന്നാൽ മതി, ഉദ്ഘാടനമായിട്ട് 1 രൂപ തന്ന് ഞാനും അങ്ങ് ബിസിനസ് ഉദ്ഘാടനം ചെയ്യാം എന്ന് സച്ചി പറയുമ്പോൾ, ഒരാടാ പോടാ എന്നെ കളിയാക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേ സമയത്തേക്കും നമ്മുടെ സുധിയാണെങ്കിൽ ഏകദേശം ഫിറ്റായി തുടങ്ങി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് താഴത്താണെങ്കിൽ ഡൈനിങ് ഹാളിൽ 3 സ്ത്രീകളും, അതായത് രേവതിയും ശ്രുതിയും വർഷയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവരും ഇതുപോലെ തന്നെയാണ് ഡിസ്കഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഒരു സ്റ്റുഡിയോ തുടങ്ങിയാലോ? എന്ത് സ്റ്റുഡിയോ ആണ് ചോദിക്കുന്നത്? അത് ഫോട്ടോ എടുക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ലേ ഡബ്ബിങ് സ്റ്റുഡിയോ, അത് തുടങ്ങിയാലോ എന്ന് പറയുമ്പോൾ, അതൊന്നും ശരിയാലോ, അതിനെപ്പറ്റി ABCD ഞങ്ങൾക്ക് അറിയില്ല എന്ന് ശ്രുതി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പൂക്കട തുടങ്ങിയാലോ? ഏത് പൂക്കട? നീ മുറ്റത്ത് ഇവിടെ വീടിൻ്റെ ഉമ്മറത്തുണ്ടായിരുന്ന ആ പൂക്കടയാണോ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി പരിഹസിച്ചുകൊണ്ട്. അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് വലിയ ഓർഡറുകളൊക്കെ എടുക്കുന്ന വലിയൊരു പൂക്കടയുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നും ശരിയാവില്ല, അതൊന്നും നടക്കില്ല എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നാലേ മറ്റൊരു ബ്യൂട്ടി പാർലറും കൂടി തുടങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അതും ശരിയാവില്ല, കാരണം സുധിക്ക് അതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹം 7 ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുള്ളതാണ്. അത് ക്വാളിഫിക്കേഷൻ, അതല്ല ചോദിച്ചത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കഴിവുണ്ടാകുമല്ലോ, അതിനെക്കുറിച്ചാണ്. മുൻപ് എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്, എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയോടായിട്ട് വർഷ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മണി മാർക്കറ്റ്, അത് ഏകദേശം ശ്രുതിക്ക് സെറ്റാവുമെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അതറിയാം, മണി കൊണ്ടുള്ള ചെറിയൊരു ബിസിനസ് ആ മൂപ്പർക്ക് അറിയാമെന്നറിയാം, അതുകൊണ്ടാണല്ലോ അച്ഛൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയത്. അത് ശ്രുതിയുടെ ഭർത്താവിന് നന്നായി ചേരുമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് വർഷ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രേവതി ആണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രേവതി ആണെങ്കിൽ പെട്ടെന്നൊന്ന് ചിരിച്ചു പോകുന്നുണ്ട്. അത് ശ്രുതി ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ശ്രുതി, അപ്പോൾ രേവതി അങ്ങനെ ചിരിച്ചതിന് മറുപടിയായിട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, അവർ മുകളിൽ ഇരുന്ന് ഡിസ്കഷൻ ചെയ്യുകയല്ലേ, അവരും എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചോളും. അപ്പോൾ ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ഡിസ്കഷനോ മുകളിലോ? അവരവിടെ കുടിക്കാൻ വേണ്ടി പോയതാണ്. ശ്രീകാന്ത് എന്നോട് ഒരു ബീർ കുടിച്ചോട്ടെ എന്ന് അനുമതി ചോദിച്ചിട്ടാണ് പോയിട്ടുള്ളത്. വളരെ കെഞ്ചി ചോദിച്ചുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. അപ്പോൾ ശ്രുതി പറയണം, എന്നോടും ചോദിച്ചായിരുന്നു എന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സച്ചിക്ക് പിന്നെ ചോദിക്കേണ്ടേയും പറയേണ്ടൊന്നും ആവശ്യമില്ല, അവന് ഇഷ്ടമുള്ള പോലെ കുടിക്കാലോ. രേവതി പിന്നെ ഒന്നും പറയേയില്ല. അപ്പോൾ രേവതി പറയണേ, ഇന്ന് അദ്ദേഹം കുടിക്കില്ല. എടി രേവതി, നീ ചിരിപ്പിക്കാതെ കോമഡി പറഞ്ഞിട്ട് എന്ന് ശ്രുതി കളിയാക്കുന്നുണ്ട്. എനിക്കെന്തോ തോന്നുന്നു ഇന്ന് അദ്ദേഹം കുടിക്കില്ല എന്ന്. കാണാം ഇപ്പോൾ 4 കാലിൽ എഴഞ്ഞുകൊണ്ട് വരുന്നത് എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കാണ്. അതേ സമയത്താണെങ്കിൽ സുധിയാണെങ്കിൽ അവിടെ ആകെ ഫിറ്റായി കോളായിരിക്കുകയാണ്. അപ്പോഴേക്കും പറയുന്നുണ്ട്, അതെ എനിക്ക് ഇതൊന്നും സെറ്റാവില്ല, എനിക്ക് ഒന്നും സെറ്റാവില്ല. ശ്രുതി പറയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ ഫിറ്റും പുറത്ത് ഓരോ കാര്യങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വർഷ വിളിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക്. അയ്യോ വർഷയാണല്ലോ, ഡാർലിംഗ് എന്താ ഇത്ര നേരം വൈകുന്നത്, ഒരു ബീർ കുടിക്കാൻ എത്ര നേരം, വേഗം ഇങ്ങോട്ട് വായു എന്ന് പറയുമ്പോൾ, ശരി ദേ വന്നു എന്ന് വർഷയോടായിട്ട് ശ്രീകാന്ത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതെ നീ എൻ്റെ ഏട്ടനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, പൊട്ട ഞാനല്ല ഏട്ടൻ, നീയാണ് ഏട്ടൻ. ശരിയാണല്ലോ, ഞാനാണ് ഏട്ടൻ. അപ്പം പറഞ്ഞ കറക്റ്റ് ആട്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതി പറയാണ്, അതെ എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ സമയത്ത് നമ്മുടെ ശ്രുതി വിളിക്കുന്നുണ്ട്. അപ്പം ആരുടെ ഫോണാണ് ബെല്ലടിക്കണ്ട, നിന്റെ ഫോൺ ബെല്ലടിക്കണടാ എന്ന് ശ്രുതി സച്ചിയോട് പറയാണ്. അപ്പം സച്ചി പറയാം, എൻ്റെ അല്ലട പൊട്ട, നിൻ്റെതാടാ ബെല്ലടിക്കുന്നത്, എൻ്റെതോ ഈ നട്ടപ്പാതിരിക്ക് ആരും എന്നെ വിളിക്കാനുള്ളത് എന്നും പറഞ്ഞിട്ട് ഫോൺ
എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഫോൺ നോക്കാനൊന്നും പറ്റുന്നില്ല. എടാ അത് പാർലടി ഏട്ടത്തിയാണ് എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞു വേഗം ഡാർലിംഗ് എന്താണ്, അപ്പോൾ കഴിഞ്ഞില്ലേ, ഞങ്ങളിവിടെ ഡിസ്കഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഡിസ്കഷനൊക്കെ മതി പുറത്തേക്ക് വായു എന്ന് പറയുന്നുണ്ട്. ദേ വന്നു എന്നും പറഞ്ഞ് അങ്ങനെ നേരെ നമ്മുടെ സുധി അന്നാ ഞാൻ പോണ്, എൻ്റെ ഭാര്യ വിളിച്ചു എന്നും പറഞ്ഞിട്ട് ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നേരെ പുറത്തേക്ക് പോകുന്നതാണെങ്കിൽ നേരെ അതായത് നമ്മുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടാനാണ് സുധി നോക്കുന്നത്. അപ്പോൾ ഇവൻ എന്താ ഈ കാണിക്കുന്നതെന്നും പറഞ്ഞ് സച്ചിയും അതുപോലെ ശ്രീകാന്തും കൂടി പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് വേണം, അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ തടസ്സങ്ങളാണ്, നീ എന്ത് ഞാൻ എൻ്റെ വഴി മുടക്കണം, നിങ്ങൾ മാറും എന്നൊക്കെ പറഞ്ഞ് ആകെ കുടിച്ച് ഫിറ്റ് ബഹളമയാണ് നമ്മുടെ ശ്രുതി. അതേ സമയത്ത് ഇവിടെയാണെങ്കിൽ ശ്രുതി നമ്മുടെ രേവതി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സച്ചി അവിടെ ഭയങ്കര ബഹളായിട്ടുണ്ട്, അവൻ നല്ല ഫിറ്റായി, അവനൊക്കെ ഇതിനൊക്കെ വല്ല അപ്പൊ കാണാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധിയെ താങ്ങി വലിച്ച് അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ടാവും. സുധി പറയണ്ട കുറച്ചേരം ഊഞ്ഞാലാടിയിട്ട് പോവാടാ എന്ന് പറയുമ്പോൾ നീ നടന്ന ഊഞ്ഞാല അവൻ്റെ എന്നും പറഞ്ഞിട്ട് പിടിച്ച് അപ്പൊ ആദ്യം തന്നെ പുറകിലോട്ട് നടക്കുകയാണ് നമ്മുടെ സച്ചി പുറകിലോട്ട് നടക്കണ കാണുമ്പോൾ കണ്ടില്ലേ പുറകിലോട്ട് നടക്കുകയാണ്, അവനെ എവിടേക്കാ പോകേണ്ടെന്ന് പോലും അറിയില്ല എന്നും പറഞ്ഞ് രേവതിയെ വീണ്ടും കളിയാക്കുന്നുണ്ട് ശ്രുതി. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വർഷ ഒരു കാഴ്ച കാണുന്നത്. വർഷ ചിരിച്ചിട്ട് പറയാണ്, നോക്കിയേ നിങ്ങളുടെ ഭർത്താവിനെയാണ് അവർ രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോകണേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ ശ്രുതിയെ താങ്ങി വലിച്ച് അങ്ങോട്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഒരാളെന്നെ മുകളിലോട്ട് വലിക്കും, ഒരാളെന്നെ താഴോട്ട് വലിക്കും, പിന്നെ ഞാൻ എവിടെ എത്താനാടാ, ഇങ്ങോട്ട് നടക്ക് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഫിറ്റിൽ അങ്ങനെ കൊണ്ടുവന്ന് താഴെ എത്തിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കാണ് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ കൂടുതൽ കുടിച്ചല്ലേ, നീ ഒരു കുപ്പിയല്ലേ കുടിച്ചത്? അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അത് ഏട്ടൻ ഒരു കുപ്പിയെ കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എന്തിനാണെന്നാണോ പറയുന്നത്, ഒരു കുപ്പിയൊന്നുമല്ല ഞാൻ അതിൽ കൂടുതൽ കുടിച്ച്. സംശയം ഉണ്ടെങ്കിലേ ഞാൻ ഇപ്പൊ പോയി മോളിൽ പോയിട്ട് എണ്ണീറ്റ് കുപ്പിയിൽ എണ്ണ എടുത്തിട്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞ മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട് നീ മുകളിലോട്ടൊന്നും പോകണ്ട, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് അതിനുള്ള പണി ഞാൻ നിനക്ക് നാളെ രാവിലെ തന്നെ തരാടാ എന്നിങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറയാണ് എന്തിന് രാവിലെ പറയുന്നത്, ഇപ്പൊ പറയാനുള്ളത് ഇപ്പൊ എന്നും പറഞ്ഞിട്ട് കസേര ഇങ്ങ് വലിച്ചിട്ടിട്ട് കസേരയിൽ ചവിട്ടി കയറി നേരെ ഡൈനിങ് ടേബിളിൽ അങ്ങോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ ഇവിടെ ഇരിക്കും, നീ എന്താ ശ്രുതി കാണിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നിനക്കല്ലേ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയേ എല്ലാവരും കേൾക്കട്ടെ, ഇന്ന് തന്നെ സംസാരിക്കാം നമുക്ക്, നീ ഇങ്ങോട്ട് ഇറങ്ങി എന്നും പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് ശ്രുതി താഴേക്ക് ഇറക്കുകയാണ്. നീ ഇങ്ങ് വായു എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് അങ്ങനെ അവരവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് ശ്രുതിയെ. അപ്പോൾ ശ്രീകാന്തിനെ വർഷയും കൊണ്ടുപോകുകയാണ്. നീ വല്ലാണ്ട് അങ്ങ് ചിരിക്കണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവനെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് രേവതി പറയുന്നുണ്ട് നിങ്ങൾ കുടിച്ചില്ലേ? അപ്പോൾ ഞാൻ കുടിച്ചില്ല എന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ ഊതാൻ പറഞ്ഞിട്ട് ഊതാൻ കുറേ നേരം പറഞ്ഞിട്ടാണ് നമ്മുടെ സച്ചി ഊതുന്നത്. കുടിച്ചില്ലല്ലേ എന്ന് ചോദിക്കുക. എന്തേ കുടിക്കാന്? ഒന്നുമില്ല, നീ എന്നെ കുടിച്ചിട്ട് ഒരു അപമാനം സംഭവിച്ചപ്പോൾ നീയല്ല അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് തന്നെ, അപ്പൊ അതുകൊണ്ട് ഇന്നെന്തോ കുടിക്കാൻ തോന്നില്ല, അപ്പൊ ഇനി എന്നും കുടിക്കില്ലല്ലേ? അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ നാളെ കുടിക്കാൻ തോന്നാൻ ഞാൻ കുടിക്കുമെന്ന് രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്. എന്നാ നീ പോയി കിടന്നോ എന്ന് സച്ചി രേവതിയോട് പറയുമ്പോൾ ഞാൻ ഇന്ന് ടെറസിൽ സച്ചിയുടെ കൂടെയാണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പൊ കുടിക്കാൻ ഞാൻ നന്നായില്ലേ എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ കയ്യും പിടിച്ച് രണ്ടുപേരും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം സച്ചിയാണെങ്കിൽ ഒരു സാറിനെ ഒരു കടയുടെ മുന്നിൽ കൊണ്ട് നിർത്താണ്. അപ്പോൾ ആ സമയത്ത് സച്ചിയോടായിട്ട് പറയുന്നുണ്ട് അയ്യോ പേഴ്സ് എടുക്കാൻ പറഞ്ഞു, ഇതെൻ്റെ ഷോപ്പാണ്, ഞാൻ ഉള്ളിൽ പോയിട്ട് പൈസ എടുത്തുകൊണ്ട് വരാട്ടോ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു ഫർണിച്ചർ ഷോപ്പാണ്, എല്ലാ ഹോം അപ്ലയൻസ് എല്ലാ സാധനങ്ങളും ഉള്ളതൊരു വലിയൊരു ഷോപ്പാണത്. അപ്പോൾ ആ സമയത്ത് അവിടെ 2 ഗുണ്ടകൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് ഈ സാറ് തർക്കങ്ങളും കാര്യങ്ങളും അത് സച്ചി കണ്ടിട്ട് സച്ചി കാറിൽ നിന്ന് ഇറങ്ങിയാണ്. എന്താ സാർ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പം നീ ആരുടെ അത് ചോദിക്കാനെന്ന് പറഞ്ഞാൽ ആ ഗുണ്ടകൾ ഇങ്ങനെ നിൽക്കണം. ഞാൻ സാറിനോടല്ലേ ചോദിച്ചത്, നിങ്ങളോടല്ലല്ല, സാർ കാര്യം പറയാമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 ഗുണ്ടകളാണ്, ഈ ഷോപ്പ് ഞാൻ വിൽക്കാൻ പോകുന്നതാണ്, ഇവർക്ക് അത് വേണം, ഇവർക്കത് വേണം, അത് വലിയൊരു വില കുറച്ചിട്ടാണ് ഇവർ ചോദിക്കുന്നത്, ഇവർ കുറേ നാളായി ഇത് തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ അത് ശരി എന്നും പറഞ്ഞ് ആ 2 ഗുണ്ടയെയും സച്ചി തല്ലി ചതച്ച് അവിടെ നിന്നും ഓടിച്ചു വിടുകയാണ്. അതിനുശേഷം സാറ് പോയി പൈസ എടുത്തുകൊണ്ട് വായു എന്ന് സച്ചി പറയുമ്പോൾ സച്ചിയോടായിട്ട് മോൻ വായു എന്തായാലും എന്ന് പറഞ്ഞ് ഷോപ്പിൽ കയറിയിട്ട് പോകാമെന്നും പറഞ്ഞ് കയ്യും പിടിച്ച് ഷോപ്പിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് ചോദിക്കുന്നുണ്ട് സച്ചി എന്തിനാ സാർ ഇത്രയും നല്ലൊരു ഷോപ്പ് വിട്ടുകൊടുക്കുന്നത്, സാറിന് എന്തെങ്കിലും ലാഭമൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്.
എന്തായാലും ആ ഷോപ്പ് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ആ ഒരു ഷോപ്പ് നമ്മുടെ സുധിക്ക് വാങ്ങിക്കൊടുക്കുകയാണ് സച്ചി ചെയ്യുന്നത്. സുധി ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് സുധിക്ക് തന്നെ സച്ചിയുടെ സ്വന്തം ജ്യേഷ്ഠനാണ് സുധി എന്ന് അറിയുമ്പോഴും ആ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം സുധിക്ക് ആ കട വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.